വെൽക്കം ബാക്ക് ടു ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അമേരിക്കൻ ചോപ്സി. ഒരു വെറൈറ്റി ആയിട്ടാണ്, നല്ല സൂപ്പർ ടേസ്റ്റ്. ഞങ്ങള് ഒരു ഹോട്ടലിൽ പോയി കഴിച്ചു അല്ലെ, അപ്പോഴാണ് ഇവൾക്ക് അമേരിക്കൻ ചോപ്സി ഉണ്ടാക്കണം ബാബേ എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മളെ ചാനലിൽ എന്തൊക്കെ ഉണ്ട്, ഫുഡുകളുണ്ട്, ട്രാവൽ ഉണ്ട്, ഇതൊക്കെ കാണണം. ഓക്കെ, നമുക്ക് ഇതൊക്കെ വേണ്ട സാധനങ്ങള്: ഒരു പ്ലേറ്റ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് നീളത്തില്, ഒരു പ്ലേറ്റ് കാബേജ് നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു പ്ലേറ്റ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞിട്ടതാണ്, അതുപോലെ ഒരു പ്ലേറ്റ് ചിക്കൻ വേവിച്ചിട്ട് എല്ലില്ലാത്ത പീസ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു പ്ലേറ്റ് ക്യാപ്സിക്ക നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു പ്ലേറ്റ് തക്കാളി നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഒരു 5 പീസും, ഒരു ആവശ്യത്തിന് പച്ചമുളകും, പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ ഡാർക്ക് സോസ്, അത് പിന്നെ ഇത് ചിക്കൻ വേവിച്ച വെള്ളമാണ്, അത് നമുക്ക് ആവശ്യമുണ്ട്, കളയരുത്. ഇത് സ്പ്രിംഗ് ഒനിയന്റെ ഇലയാണ്, അത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/2 കിലോ ഹക്ക നൂഡിൽസ് എന്നുള്ള സാധാരണ നൂഡിൽസിനെക്കാട്ടും കുറച്ചുകൂടി വണ്ണുള്ള നൂഡിൽസ് ആണ് ഉള്ളത്. ഇതൊരു 1/2 കിലോ ആണ്. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 6-7 ആളുകൾക്ക് സുഖമായിട്ട് ഒരു നേരം കഴിക്കാം. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ ഇതേപോലെ തന്നെ അങ്ങോട്ട് വേവിക്കുകയാണ്. വേവിക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഹക്ക നൂഡിൽസ് ഇടുക. ശേഷം ഇത് നല്ലോണം അമർത്തിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് വെന്താൽ മതി. ശരിക്കും അധികം വേണ്ട. 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഊറ്റിയെടുക്കുക. ഊറ്റുന്ന സമയത്ത് നമ്മള് സാധാരണ ഒരു പച്ചവെള്ളം കുറച്ച് അതിന്റെ മുകളിലേക്ക് ഒഴിക്കണം. അപ്പോഴാണ് അത് ക്ലിയർ ആയി വരിക, ഒരു ഒട്ടലൊക്കെ മാറിക്കിട്ടും. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഊറ്റി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇടണം. ഇതൊന്ന് പൊരിക്കണം നമുക്ക്. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്ത് ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്ത്, അപ്പൊ ഒരു നീളത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ട് കഴിക്കാൻ, അപ്പൊ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് അതേപോലെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് ഞാൻ കോൺഫ്ലവറിന്റെ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു 1/2 കിലോനാണ്, 1/2 കിലോ ഹക്ക നൂഡിൽസ് ആണ്. അതവിടെ മാറ്റി വെക്കുക. ഇനി ചൂടുള്ള എണ്ണ അതിലേക്ക് ഞാൻ കുറച്ചായിട്ട് പൊരിക്കുന്നത്, ഒരു 3 തവണയായിട്ട് പൊരിക്കുന്നത്. ഇതൊരു പാർട്ടായിട്ടിട്ടുള്ളത്. നല്ല ചൂടിലാണ് ഇതങ്ങനെ. ചൂടൊരിക്കലും കുറക്കരുത്. ഹൈ ചൂടിൽ തന്നെ ഇട്ടിട്ട് അതിങ്ങനെ ഒന്ന് മുരുങ്ങനായി വരും, ഇങ്ങനെ കറുമുറായി വരും. അതുപോലെ പൊരിച്ചെടുക്കുക. അത് ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് ഞാനൊന്ന് കുറച്ച് ചിക്കൻ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ അതിലൊന്ന് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യം വരുന്ന ഞാൻ ആ സമയത്ത് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ മസാല ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. കുറച്ച് ആ വെളുത്തുള്ളി ചെറുതാക്കി നീളത്തിൽ എറിഞ്ഞതൊന്നും ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആ ഒരു പ്ലേറ്റ് വലിയുള്ളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കുക. എല്ലാവരും വാടി വരണമെന്നില്ല, ഒന്നിങ്ങനെ വാടി വന്നാൽ മതി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്തൊക്കെ ഇടണം. ഇപ്പൊ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് ഇതേപോലെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് തന്നെയാണ് വേണ്ടത്. അതുപോലെ കാബേജ് ഇതേപോലെ ഒക്കെ ഓരോ പ്ലേറ്റ് എടുത്തിട്ടില്ല. 1/2 കിലോ ഹക്ക നൂഡിൽസിനാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ചിക്കൻ വേവിച്ച ചിക്കന്റെ ബ്രസ്റ്റ് പീസാണ് ഏറ്റവും ഉത്തമം. അത് വേവിച്ചിട്ട് അതിന് നീളത്തിൽ അരിഞ്ഞാണ്. അതിന്റെ വെള്ളം നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ആ ക്യാപ്സിക്ക ഇടുക. ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അടുപ്പ് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇരുന്നിട്ട് കുറക്കണ്ട. പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനൊരു നീളത്തിലുള്ള ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളത്, വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. അതിലേക്ക് കുരുമുളക് പൊടിയല്ല, കുരുമുളക് ചതച്ചതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് തക്കാളി ഇതേപോലെ ഒരു പ്ലേറ്റ് നീളത്തിലാക്കി അരിഞ്ഞിടുക. കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഇളക്കുക. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് അതിലും കുറച്ചുകൂടി ആവശ്യം വരും. ഒന്നിങ്ങനെ മുങ്ങി നിൽക്കണം വെള്ളം. അപ്പൊ അതിലേക്ക് ഇനി സാധാ വെള്ളം ഞാൻ ഇട്ടിട്ട് ഇത് നല്ലോണം അങ്ങോട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പൊ തിളച്ചു വരുന്ന സമയത്ത് ആ ടൊമാറ്റോ സോസ്
ടൊമാറ്റോ സോസ് അത്യാവശ്യം നല്ലോണം വേണം. ഇതിപ്പോ ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു റെഡ് കളർ വരണം, ഒരു ടൊമാറ്റോന്റെ ഒരു ടേസ്റ്റും വരണം. പിന്നെ ഡാർക്ക് സോസ്, അതായത് നമ്മുടെ സോയാ സോസ് എന്നൊക്കെ പറയും, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇട്ട കോൺഫ്ലവർ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ കുറുകുന്ന് കുറച്ചുകൂടി വേണം തോന്നുന്നത് പിന്നെയും കുറച്ചുകൂടി ഇടണം. അപ്പൊ കുറച്ച് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറുകി വരണം. ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കൊഴുപ്പ് വേണം. വെള്ളം അത്യാവശ്യം നല്ലോണം വേണം, വെള്ളം മുങ്ങി നിൽക്കുന്ന മോഡല്. ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് കഴിക്കുന്ന സമയത്താണ് ഇത് ഫില്ല് ചെയ്യാൻ. അല്ലാണ്ട് ഇത് മുൻകൂട്ടി നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്തു പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കിട്ടൂല. അപ്പൊ അതേപോലെ ഞാൻ ഒരു റെക്ടാങ്കിൾ വലുപ്പമുള്ള ഒരു ട്രേ ഗ്ലാസിന്റെ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട്. അതിലേക്ക് ഇത് കംപ്ലീറ്റ് പൊരിച്ച ഹക്ക നൂഡിൽസ് വേവിച്ചിട്ട് പൊരിച്ചതാണ്. ഒരു ബുൾസൈം വേണം നമുക്ക് ഇതിലേക്ക്. ഇതിന്റെ മുകളിലേക്ക് ഞാൻ അങ്ങനെ മസാല ഇടാണ്. എല്ലാ ഭാഗത്തും 4 ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം മസാല. ഇതിൽ ഒഴിക്കുന്നതിന് കുറച്ച് വെള്ളത്തിന്റെ അംശം നല്ലോണം വേണേ. അതല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹക്ക നൂഡിൽസ് അബ്സോർബ് ചെയ്യൂല, ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കോൺഫ്ലവറും ടൊമാറ്റോ സോസും അതിനനുസരിച്ച് കൂട്ടണം. ടൊമാറ്റോ സോസിന്റെ ഒരു ടേസ്റ്റ് വരണം. പിന്നെ ഈ ഡാർക്ക് സോസ് അധികം ഉപയോഗിക്കണമെന്നില്ല, അത് 2 ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറും. അപ്പൊ ഇതിന്റെ മുകളിൽ ഞാൻ ആ മുട്ട ബുൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 ഒക്കെ ഇപ്പൊ ഞാൻ വന്നിട്ടില്ല. പിന്നെ ഈ സ്പ്രിംഗ് ഓനിയന്റെ ആ ഉള്ളിത്തണ്ടിന്റെ അതുണ്ട്, അതും നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ഇടാൻ കുഴപ്പമില്ല. ഇതിൽ ജസ്റ്റ് സേവ് ചെയ്യുന്നതിന്റെ മുമ്പാണ് നമ്മളിത് ഭക്ഷണം കഴിക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്തു പോവുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്താൽ മതി, അതാണ് ഉത്തമം. ഇപ്പൊ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ആക്കി ഉഷാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് എല്ലാ ഭാഗം ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇപ്പൊ കഴിക്കാൻ പോവാണ്. അപ്പൊ കഴിക്കുന്ന സമയത്ത് നേരിട്ടിട്ട് പ്ലേറ്റിലേക്ക് എടുക്കുക. ഒരു 7 ആൾക്കൊക്കെ സുഖമായിട്ട് ഈ ഒരു ഇത് കഴിക്കുക. അപ്പൊ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലുണ്ട്, യാത്രകളുണ്ട്, എല്ലാം നിങ്ങൾ കാണുക. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.